ഹലോ, നമ്മളിന്ന് തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ എനിക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നെ പേര് 2 പേര് നിൽപ്പുണ്ടായിരുന്നു. നേരെ വണ്ടിമേ കയറി നമ്മുടെ കാറ് റെൻറ്റിന് പോയിരിക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ബൈക്കിനാണ് പോണത്. അങ്ങനെ നേരെ പോയി BB മാളിലാണ് നമ്മൾ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തലേന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചെന്നു. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അതായത് അവിടുത്തെ പാർക്കിംഗ് എല്ലാം ഫില്ലായിട്ട് പുറത്തായിരുന്നു കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. തലേന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാരണം അവിടെ പോയി ജസ്റ്റ് സ്കാൻ ചെയ്യല്ലേ വേണ്ടു. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ രണ്ടാളും നേരെ പോയിട്ട് സ്കാൻ ചെയ്തു, ടിക്കറ്റ് എടുത്തു, അകത്തോട്ട് കയറി. അങ്ങനെ നേരെ സീറ്റെല്ലാം കണ്ടുപിടിച്ച് അവിടെ സെറ്റായി. അങ്ങനെ എന്താ പറയുക, സിനിമ തുടങ്ങുന്നതിന് മുന്നായിട്ട് അങ്ങനെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സീറ്റെല്ലാം എന്താ പറയുക, പിന്നെയും കുറച്ചൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ തുടങ്ങാനായി പിന്നെ എല്ലാം ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമ ഒക്കെ തുടങ്ങി. നല്ല സൂപ്പർ സിനിമയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇൻ്റർവെല്ലിനുള്ള വീഡിയോസും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് വാഷ്റൂമിൽ പോയി വന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞു ഇറങ്ങി. നമ്മൾ നേരെ പോയത് ഫുഡ് അടിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ സിനിമയ്ക്ക് അൽഫാമും ഐസ്ക്രീമൊക്കെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെ നേരെ പോയത് നമ്മൾ വലപ്പാടുള്ള തങ്ങൾസിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. തങ്ങൾസി പോയി ഫുഡ് ചോദിച്ചപ്പോൾ അവിടെ മെയിനായിട്ട് നമ്മൾ ചായ കുടിക്കാനാണ് പോയത്. അപ്പോൾ ചായ വെച്ചപ്പോൾ 24 hours ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവിടെ ചായ ഉണ്ടായിരുന്നില്ല, ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 ദോശ പാഴ്സൽ മേടിച്ചിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി അച്ഛനോട്ടന് അൽഫാം മേടിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയത് പേർഷ്യൻ ഗ്രില്ലിലേക്കായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പോകണത്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. കുറേയൊക്കെ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്നു. നോർമൽ അൽഫാം പറഞ്ഞു. അവനക്ക് നോർമലാണ് കേട്ടോ പറഞ്ഞത്, കാരണം എരിവ് പറ്റില്ലല്ലോ, ചെറുതല്ലേ. അപ്പം ആ സമയത്ത് 2 പേരും സിപ്പപ്പ്, അവനക്ക് സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞാൽ പപ്പയമ്മനും കൂടെ സിപ്പപ്പ് കുടിക്കാൻ കേട്ടോ. അങ്ങനെ അൽഫാം വന്നു. ചെന്നിട്ട് ഭയങ്കര സന്തോഷം, അതെന്താന്നൊക്കെ ചോദിച്ചിട്ടാ. അങ്ങനെ വേഗം അൽഫാമ എന്ന് പറഞ്ഞിട്ട് നേരെ എന്നെ കൊണ്ട് തന്നു. എന്നിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് വീട്ടിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു. ജാസ്റ്റും ഞാനും കൂടെ ഓരോ ദോശ കഴിച്ചു. ചെന്നിട്ട് വേഗം അൽഫാമൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.